ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ തനതായ ഒരു ലൈറ്റൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കൊറോള വെൽ നീറ്റ് വണ്ടിയാണ്. പിന്നെ ടൊയോട്ട എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ടൊയോട്ട എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഇവിടെയും വരുന്നുണ്ട്. പിന്നെ കൊറോള, അതേപോലെ തന്നെ i80G എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ ബമ്പറും വെൽ നീറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിലും ഇവിടെ ഡീഫോഗറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മഴ ആയതുകൊണ്ട് അത്യാവശ്യം ഇതായിട്ട് കിടക്കണം. താഴത്തേക്ക് വരുവാണെങ്കിലും ഇതിൻ്റെ മഡ് ഫ്ലാപ്പും കാര്യങ്ങളും, പിന്നെ അലോയ് വീലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലായിട്ടുള്ളൂ. ഇവിടെ ഒരു ചെറിയൊരു ക്രോമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ആൻറ്റിനയും കാര്യങ്ങളും വരുന്നുണ്ട്. അത്യാവശ്യം വെൽ നീറ്റായിട്ടുള്ള വണ്ടിയാട്ടോ. നമുക്ക് ഇവിടെ ഒരു ഗ്രീൻ കളറിലൊരു സ്റ്റിക്കർ ഇൻബിൽഡായിട്ട് വരുന്നതാണ്. അത് അന്നോട്ടെ. ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിലും നല്ലൊരു അടിപൊളി ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അതിൽ നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ഒരു പാർക്ക് വരുന്നുണ്ട്. ഗ്രില്ലാണെങ്കിലും അത്യാവശ്യം നമ്മുടെ തനതായ ടൊയോട്ടയുടെ ഗ്രില്ലാണ്. 2004 മോഡലാണ് കേട്ടോ. വെൽ ഒറിജിനലാണ്. ഒരു പാർട്സും അഡീഷണൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇതും അതേപോലെ തന്നെ ബമ്പറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്കൊരു എയർ ഡാമും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അത്യാവശ്യം. പിന്നെ ഇവിടെ ഒരു ഫോഗ് ലാമ്പ് പോലത്തൊരു സംഭവം വരുന്നുണ്ട്. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുവാണെങ്കിലും നമ്മുടെ ഈ ഒരു സൈഡ് മിററും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഇവിടെ ഒരു സൈഡ് ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാൻ കണ്ടോ. ഇത് കൊറോള കേട്ടോ. 2004 മോഡൽ കൊറോളയാണ്. നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഡോർ പാഡിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതുകൊണ്ട് ഓട്ടോ പവർ വിൻഡോയും കാര്യങ്ങളും, സൈഡ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ നമ്മുടെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സെക്യൂരിറ്റി അലാം സിസ്റ്റം, പിന്നെ നമ്മൾ സീറ്റും കാര്യങ്ങളൊക്കെ വെൽ നീറ്റാണ് കേട്ടോ. വെൽ നീറ്റാന്ന് വെച്ചാൽ അത്യാവശ്യം വെൽ നീറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളിങ്ങോട്ട് വരുവാണെങ്കിൽ സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. എയർ ബാഗും കാര്യങ്ങളും 2004 മോഡലാണ്. പിന്നെ നമുക്ക് ഇവിടെ സ്പീഡോമീറ്ററിൽ വരുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്പീഡോമീറ്ററിൽ അത്യാവശ്യം ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു സെൻട്രലായിട്ടൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ RPM മീറ്റർ, ഫ്യൂവൽ, ഹീറ്റിങ്, പിന്നെ ഡോറിൻ്റെത്, സീറ്റ് ബെൽറ്റ്, ബാറ്ററി, എൻജിൻ, പിന്നെ ഒരു ഡിജിറ്റൽ മീറ്റർ നോർമൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഒരു AC വിൻഡും കാര്യങ്ങളും, പിന്നെ നമുക്ക് ഇവിടെയും ചെറുതായിട്ട് വരുന്നുണ്ട്. വെൽ നീറ്റാണ് കേട്ടോ. അത്യാവശ്യം വെൽ നീറ്റായിട്ടുള്ളൊരു കൊറോളയാണ്. 2004 മോഡൽ. പിന്നെ നമുക്കൊരു ഡാഷ്ബോർഡ്, ഈ ഒരു സെൻട്രൽ കൺസോൾ വരുവാണെങ്കിലും ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് അന്നൊക്കെ നമുക്കിവിടെ ഒരു ക്ലോക്കിൻ്റെ ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ ഒരു ഗ്രീൻ കളറാണ്. പിന്നെ നമുക്ക് AC ക്ലൈമറ്റ് ടോക്കിൻ്റെ AC ആണ്. പിന്നെ ട്രിപ്പ് ചെയ്യാൻ അസാർഡ്, പിന്നെ AC ഫ്രണ്ടിൻ്റെത്, പിന്നെ റിയർ മോഡ്, പിന്നെ ഫോട്ടോ, അങ്ങനെയുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ നമുക്കിവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും കാര്യമാണ്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഓട്ടോമാറ്റിക്കാണ്. നമുക്ക് ഇത് ലിവർ നമുക്ക് ഇപ്പോൾ പാർക്കിങ്ങിലായിട്ടിരിക്കുന്ന ഡ്രൈവ്, ന്യൂട്രൽ, ഡ്രൈവ്, 2 ലെഫ്റ്റ്, അങ്ങനെ കുറേ ഓപ്ഷനും കാര്യങ്ങളും. പിന്നെ നമുക്കിവിടെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം സുഖമായിട്ടിരിക്കാം. പിന്നെ നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. പിന്നെ ഒരു ലിവറും കാര്യങ്ങളും. നമ്മൾ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വെൽ നീറ്റാണ് കേട്ടോ. ഹെഡ് സീറ്റൊക്കെ കണ്ട അത്യാവശ്യം നല്ലൊരു, ഇത് എൻ്റെ വണ്ടിയുടെ അതേ സെയിം സീറ്റ് കവറാണെന്ന് എനിക്ക് തോന്നണം. പിന്നെ നമുക്ക് നമ്മുടെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു മിറർ വരുന്നുണ്ട്, സൺ മിററും കാര്യങ്ങളും, അത് രണ്ടിലും വരുന്നുണ്ട് കേട്ടോ. നമുക്കിനി ബാക്കിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കാം. ബാക്കിലേക്ക് ഫ്രണ്ടിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ബാക്കിലാണെങ്കിലും ഫുൾ പവർ വിൻഡോ ആണല്ലോ. 4 വിൻഡിലും പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെൽ നീറ്റാണ് കേട്ടോ. ഒരു തുള്ളി അഴുക്കോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കിൽ നിന്ന് വരുവാണെങ്കിൽ നമുക്കിവിടെ സെൻട്രൽ ടണൽ പോലെ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ മൂന്നവർക്ക് ഇരിക്കാൻ ഇച്ചിരി ജസ്റ്റ് ആയിരിക്കും. പിന്നെ അതേപോലെ നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് പോലെ കുപ്പി ഹോൾഡും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു വിൻഡോ പോലെ സംഭവം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നമ്മൾ വണ്ടി ഇതിൽ യാത്ര ചെയ്തപ്പോൾ സുഖം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബെൻസ് ഓടി അങ്ങനെയുള്ള സംഭവങ്ങളിൽ കയറിയ ഒരു ഫീലാണ്. അത് വെച്ചാൽ ഒരു നോയ്സ് പോലും നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഞാൻ കണ്ടില്ല ഓടിച്ചപ്പോൾ. അങ്ങനെയുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ എൻജിൻ ക്യാബിനൊക്കെ ഇങ്ങനെ കേട്ടോ. വലിയ നെറ്റും കാര്യങ്ങളൊക്കെയാണ്. ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. VVTi ആണ്. 60 വാൾവിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. നോക്കിക്കേ, വെൽ നീറ്റാണ് വണ്ടി.
2004 മോഡലാണ്. ജസ്റ്റ് നോക്കി അറിയാൻ പറ്റും. നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ ഒത്തിരി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ റേഡിയേറ്ററൊക്കെ ഇവിടെ വരുന്നത്. പിന്നെ 2 സൈസ് റേഡിയേറ്റർ വരുന്നുണ്ട്. ഇവിടെ ഫാനിൻ്റെ റേഡിയേറ്ററും വരുന്നത്. അതാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ്റെ അവസ്ഥ. ഇതാണ്. ബാക്കിൽ നിന്നുള്ളൊരു ഇതാണ്. ഫ്രണ്ട്സ്, നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. നീ എന്തെങ്കിലും ഒന്ന് കാണിക്കണം. നേരെ ഗിയറിലേക്ക് ഇത് കൊണ്ടുപോകണം. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നല്ലൊരു ഓടി BMW അങ്ങനെ സ്കോഡ അങ്ങനെയുള്ള സാധനം ഓടിക്കുന്ന ഫീലാണ്.